നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് പിണറായി വിജയനും CPM-ഉം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ. BJP-യിൽ നിന്ന് രാജിവെച്ച BJP മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം. ചിത്ര നക്ഷത്രത്തിൽ ഉത്രാളിക്കാവിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ശബരിമല മണ്ഡലകാലം തുടരുന്നു. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു എന്നുമാണ് അലക്സിന്റെ മൊഴി. നിലവിളി ശബ്ദം കേട്ടതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നും അലക്സ് കുറ്റസമ്മതം നടത്തി. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ 2 ദിവസത്തിനകം കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു. ഈ മാസം 26-നാണ് അപകടമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറുകയായിരുന്നു. സംഭവത്തിൽ 5 പേർ തൽക്ഷണം മരിച്ചു. മരിച്ചവരിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. കാളിയപ്പൻ 50 വയസ്സ്, നാഗമ്മ 39 വയസ്സ്, ബംഗാഴി 20 വയസ്സ്, ജീവൻ 4, മറ്റൊരു കുട്ടി എന്നിവരുമാണ് അപകടത്തിൽ മരിച്ചത്. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റിരുന്നു. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. SAP ക്യാമ്പസിലെ 23 പോലീസുകാർക്ക് കണ്ണൂർ KAP 4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ADGP S ശ്രീജിത്ത് നിർദ്ദേശം നൽകി. 18ാം പടിയിൽ പുറംതിരിഞ്ഞിരുന്ന് പോലീസുകാർ ഫോട്ടോ എടുത്തത് വിവാദമായിരുന്നു. ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും. ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് കോടതി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ല. ആചാരമില്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് തുടരാനാവില്ലെന്ന് ഹൈക്കോടതി. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം കർശനമായി പാലിക്കണം. ലംഘിച്ചാൽ കർശന നടപടി. ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതല നൽകും. ഹൈക്കോടതി ഉത്തരവുകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് അംഗീകരിക്കാനാകില്ല. ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ നീതിന്യായ വ്യവസ്ഥ സ്വീകരിക്കുമെന്ന് കോടതി. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് പിണറായി വിജയനും CPM-ഉം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് പിണറായി വിജയനും CPIM-ഉം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ. പ്രത്യേക അന്വേഷണ സംഘം PP ദിവ്യയെയും കളക്ടറെയും പൂർണ്ണമായി സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും എല്ലാ തെളിവും നശിപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ആദ്യഘട്ടം മുതൽ തന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി സഖാക്കളും കൊലയാളികൾക്കൊപ്പമായിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ തങ്ങൾ കുടുംബത്തിനോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകമാണ് ഇവർ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. PP ദിവ്യയ്ക്കും അവരെ അനുകൂലിക്കുന്നവർക്കും ഒപ്പമായിരുന്നു CPIM. കുടുംബത്തിനോടൊപ്പം എന്ന പ്രതീതി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇവർ. അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലായി എന്നും അതുകൊണ്ടാണ് അവർ കോടതിയിൽ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി സർക്കാരിനോടും CBIയോടും നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തോട് 10 ദിവസത്തിനകം കേസ് ഡയറി ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കാനായി കേസ് ഡിസംബർ 6-ന് വീണ്ടും പരിഗണിക്കും. BJP-യിൽ നിന്ന് രാജിവെച്ച BJP മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം.
ബിജെപിയിൽ നിന്ന് രാജിവെച്ച ബിജെപി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ KP മധുവുമായി ബന്ധപ്പെട്ടു. കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ KP മധുവുമായി നിർണായക ചർച്ച നടത്തിയത്. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ച് അറിയിക്കാമെന്ന് മറുപടി നൽകിയതായും KP മധു പറഞ്ഞു. ബിജെപിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് KP മധുവിനെ സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടത്. KP മധുവുമായി LDF UDF നേതാക്കൾ രംഗത്തുണ്ട്. UDFുമായി മാത്രമല്ല LDF നേതാക്കളുമായും ചർച്ച നടക്കുന്നുണ്ടെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDFുമായോ LDFുമായോ സഹകരിക്കുമെന്നും KP മധു പറഞ്ഞു. പൊതുപ്രവർത്തനത്തിൽ തന്നെ തുടരാനാണ് തീരുമാനം. അതിന് യോജിച്ച തീരുമാനമായിരിക്കും എടുക്കുമെന്നും KP മധു പറഞ്ഞു. ബിജെപിയിലെ ഗ്രൂപ്പ് തല്ല് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തൽക്കാലം അവസാനിപ്പിച്ചാലും വീണ്ടും അടി തുടങ്ങുമെന്നും മധു പറഞ്ഞു. രാജിവെച്ച ശേഷം ബിജെപിയിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ചില പ്രാദേശിക പ്രവർത്തകർ അവരുടെ വിഷമം പറഞ്ഞിരുന്നുവെന്നും KP മധു പറഞ്ഞു. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ഇന്നലെ KP മധു രാജി പ്രഖ്യാപിച്ചത്. ബിജെപിയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവുമാണെന്നാണ് മധു ആരോപിച്ചത്. തൃശൂരിൽ BJP ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു പറഞ്ഞു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJPക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. വയനാട്ടിൽ വന്യജീവി ആക്രമണ സമരത്തിനിടെ ക്രിസ്ത്യൻ പുരോഹിതർക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും BJP മാറ്റിയത്. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. ചിത്തിര നക്ഷത്രത്തിൽ ഉത്രാളിക്കാവിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ചിത്തിര നക്ഷത്രത്തിൽ ഉത്രാളിക്കാവിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. 2019 നടന്ന അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വൃശ്ചിക മാസത്തിലെ ചിത്തിരനാളിലും പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്താമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് മേടമാസത്തിലെ അവിട്ടം നാളിന് പുറമെ വൃശ്ചിക മാസത്തിലെ ചിത്തിരം നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രി ശ്രീരാജ് നമ്പൂതിരിപ്പാട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ കളഭാട്ടം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, പഞ്ചവാദ്യം എന്നിവയും പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ശബരിമല മണ്ഡലകാലം തുടരുന്നു. സംതൃപ്തിയോടെ ശബരിമല മണ്ഡലകാലം തുടരുന്നു. ശബരിമലയിൽ ഇതുവരെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 75,458 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. കഴിഞ്ഞ ദിവസം മല ചവിട്ടിയവരിൽ 12,471 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയവരായിരുന്നു. ശബരിമലയിൽ എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചിരുന്നു. അതേസമയം ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇത്തവണ ഒരുക്കിയത് പരാതികൾക്ക് ഇടം നൽകാത്ത സജ്ജീകരണങ്ങളാണെന്നും തീർത്ഥാടകരിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയാർന്ന പ്രതികരണങ്ങൾ അതിന്റെ തെളിവാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സന്നിധാനത്ത് മികച്ച രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഇത്തവണത്തെ മുന്നൊരുക്കങ്ങളെന്നും വിജയകരമാക്കിയതെന്നും ഇത് കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഹർജിയിൽ കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഹർജിയിൽ കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ. കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തണം, ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് മുക്കിയതാകാമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വാധീനത്തിലാണെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം.
കളക്ടറുടെ ഫോൺ കോൾ രേഖകളും കളക്ടറേറ്റ് പരിസരത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണം. യാത്രായയപ്പ് ചടങ്ങിലെ ദിവ്യയുടെ സാന്നിധ്യത്തെപ്പറ്റി പരസ്പര വിരുദ്ധ മൊഴികൾ നൽകി കളക്ടർ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. യാത്രായയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴിയുണ്ട്. ഇതും പ്രതിയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്നാണ് ഹർജിയിലെ ആരോപണം. ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം CBI അന്വേഷിക്കണമെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം. നവീന്റെ ഫോണിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടെങ്കിൽ പോലീസ് അത് എന്തായാലും നശിപ്പിക്കുമെന്ന് കുടുംബം ആശങ്ക പ്രകടിപ്പിച്ചു. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ SHO ശ്രീജിത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ചുമതല. തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴിയെടുക്കലും ശ്രീജിത്താണ് നിർവഹിക്കുന്നത്. കേസ് അട്ടിമറിക്കിയത് ഉദാഹരണമെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒളിച്ചു കളിച്ച് സർക്കാർ. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒളിച്ചു കളിച്ച് സർക്കാർ. തുടരന്വേഷണത്തിൽ ഇതുവരെ തീരുമാനമെടുത്തില്ല. സജി ചെറിയാൻ അപ്പീലും നൽകിയില്ല. കോടതിയലക്ഷ്യ നടപടി തുടങ്ങുമെന്ന് കേസിലെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ. സജി ചെറിയാനെ വെള്ളപൂശിയുള്ള പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഒരാഴ്ചയായിട്ടും സർക്കാരിന് അനക്കമില്ല. കോടതി ഉത്തരവ് പോലീസ് ആസ്ഥാനത്തെത്തിയിട്ടും പുതിയ അന്വേഷണ സംഘത്തിൽ തീരുമാനമായില്ല. സജിക്കും സർക്കാരിനും മുന്നിൽ പ്രതിസന്ധി പലതാണ്. പുതിയ അന്വേഷണം വരുമ്പോൾ മന്ത്രി എങ്ങനെ സ്ഥാനത്ത് തുടരുമെന്ന ധാർമ്മിക പ്രശ്നം വീണ്ടും ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഒരു കേസിൽ ധാർമ്മികതയുടെ പേരിൽ ഒരു തവണ മാത്രം മതി രാജി എന്ന വിചിത്ര നിലപാടെടുത്തായിരുന്നു സജിക്കുള്ള CPM പിന്തുണ. BJP കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ അസംതൃപ്തരായ BJP കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൗൺസിലർമാരുടെ തുറന്ന ചർച്ച നടന്നിട്ടില്ല. നയമാറ്റം വന്നാൽ എല്ലാവരെയും സ്വീകരിക്കും. പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പാലക്കാട് നഗരസഭ അധ്യക്ഷയും ദേശീയ കൗൺസിൽ അംഗം N നടരാജനും രംഗത്തെത്തിയിരുന്നു. VK ശ്രീകണ്ഠൻ MPയും DCC പ്രസിഡന്റും BJP കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ കോൺഗ്രസിന് നിരാശപ്പെടേണ്ടി വരുമെന്ന് BJP നേതാവ് N നടരാജൻ തിരിച്ചടിച്ചു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. പാലക്കാട് വീടുകയറി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് K സുരേന്ദ്രനാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഘുലേഖ ഉൾപ്പെടെ വീടുകൾ തോറും വിതരണം ചെയ്താണ് വോട്ട് തേടിയത്. CPMന്റെയും BJPയുടെയും വോട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിങ്കറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995 673426. വാർത്തകൾ തുടരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി VD സതീശൻ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്. വ്യാജരേഖ ചമച്ചവർക്കും കള്ള ഒപ്പിട്ടവർക്കുമെതിരെ അന്വേഷണമില്ല. അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. CPMന്റേത് ഇരട്ടത്താപ്പാണ്. പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം സർക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും MLAമാരായി അടുത്ത മാസം 4-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും MLAമാരായി അടുത്ത മാസം 4-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 12-ന് നിയമസഭാ മെമ്പേഴ്സ് ലോഞ്ചിലാണ് ചടങ്ങെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. നിയുക്ത MLAമാർക്ക് സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും.
ചേലക്കര MLA കെ രാധാകൃഷ്ണനും പാലക്കാട് MLA ഷാഫി പറമ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെയാണ് ഇരു മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചേലക്കര LDFും പാലക്കാട് UDFും നിലനിർത്തി. ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി UR പ്രദീപ് 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 64,259 വോട്ടുകളാണ് LDFന് ലഭിച്ചത്. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 52,626 വോട്ടുകളാണ് ലഭിച്ചത്. BJPയുടെ K ബാലകൃഷ്ണന് 33,609 വോട്ടുകൾ നേടി. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. തിമിര വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് നഗരസഭയിലെ 26, 27, 28, 30 ഡിവിഷനുകൾക്ക് വേണ്ടി നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. വയോമിത്രം എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നു. ഏതാണ്ട് 1200 ആളുകൾ നമ്മുടെ വയോമിത്രത്തിനകത്ത് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കണക്കനുസരിച്ച് 1000-ൽ അധികം ആളുകൾ 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. സ്വാഭാവികമായും അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി തിമിരാണ്. അപ്പോൾ ലയൺസ് ക്ലബിനെ പോലെ ലോകത്ത് ഈ പണികളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്ന ലയൺസ് ക്ലബിന്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നത്. അവരൊരു ആശയമായിട്ടുണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ലയൺസ് ക്ലബ് എത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ എല്ലാ ഞായറാഴ്ചയും ലയൺസ് ക്ലബിന്റെ കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ വായനശാലയിൽ ചേർന്നുള്ള സ്ഥലത്ത് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും നമ്മുടെ ഒരു 4-5 ഡിവിഷനുകളെ ഒരു ക്ലസ്റ്ററാക്കി ആ ക്ലസ്റ്റർ ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഏതാണ്ട് 2000-ഓളം ആളുകളെ പരിശോധിച്ചു. 200 പേരുടെ ശസ്ത്രക്രിയ വളരെ കമ്മിറ്റ്മെന്റോടുകൂടി. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ EP അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഭാരവാഹികളായ വിൽസൺ കുന്നുംപിള്ളി, NN നസീർ, നൈസിൽ യൂസഫ്, ഗിരീഷ് കുമാർ P, ഫൗസിയ നസീർ, പ്രിൻസി ജോൺസൺ, ജിജി വിൽസൺ, ധന്യ ഗിരീഷ്, സ്കൂൾ പ്രതിനിധി കനകലത ടീച്ചർ ആശംസയും M വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. വടക്കാഞ്ചേരി മരിയമ്മൻ കോവിലിന് മുകളിലേക്ക് ഏതു നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന ഉങ്ങുമരം മുറിച്ചു മാറ്റാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് വടക്കാഞ്ചേരി പോലീസ് അധികൃതർ. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് മുകളിലേക്ക് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന ഉങ്ങുമരം മുറിച്ചു മാറ്റാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് വടക്കാഞ്ചേരി പോലീസ് അധികൃതർ. വർഷങ്ങൾക്ക് മുമ്പ് താനെ മുളച്ചതാണ് ഉങ്ങിൻ മരം. ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ചു. പക്ഷേ കൊമ്പും ചില്ലയുമെല്ലാം തൂങ്ങി നിൽക്കുന്നത് മാരിയമ്മൻ കോവിലിന്റെ ശ്രീകോവിലിന് മുകളിലാണ്. ശക്തമായ കാറ്റ് വീശിയാൽ ഏതു നേരത്തും മരം കടപുഴകി വീഴാം. ഇതോടെ ക്ഷേത്രത്തിന് കേടുപാടും സംഭവിക്കും. ഇത് മുന്നിൽ കണ്ട് മാരിയമ്മൻ സേവാ സമിതി വടക്കാഞ്ചേരി CIക്ക് മരം മുറിച്ചു മാറ്റാനായി പരാതിയും നൽകി. എന്നാൽ മരം മുറിച്ചു മാറ്റാൻ കടമ്പകൾ ഏറെയുള്ളതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ സോഷ്യൽ ഫോറസ്റ്റിന്റെ അനുമതി വേണം. ഇതിനായി അപേക്ഷ വെക്കണം. സോഷ്യൽ ഫോറസ്റ്റ് മരം അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം വില നിശ്ചയിക്കണം. ലേലം ചെയ്ത ശേഷമേ മരം വിൽക്കാനാകൂ. ഇത്രയും കടമ്പകൾ ഉള്ളതിനാൽ ഒരു കൂസലുമില്ലാതെ മരം ഇപ്പോഴും പഴയ പോലെ തന്നെ നിൽപ്പാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് പിണറായി വിജയനും CPMും നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് K സുരേന്ദ്രൻ. BJPയിൽ നിന്ന് രാജിവെച്ച BJP മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം. ചിത്ര നക്ഷത്രത്തിൽ ഉത്രാളിക്കാവിൽ പ്രതിഷ്ഠാ ദിനം ഭക്തി നിർഭരമായി.
ശബരിമല മണ്ഡലകാലം തുടരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.